Hi students, welcome to the next session of Quantitative Techniques for S5 BBA students. In this, we are going to discuss about the two main theorems of probability. They are the addition theorem and the multiplication theorem. രണ്ട് തിയറംസിലും രണ്ട് കേസസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് അഡിഷൻ തിയറത്തിലെ കേസ് 1 നോക്കാം. Addition theorem case 1. When the events are mutually exclusive. We already discussed about the meaning of mutually exclusive events. So the first case of addition theorem deals with the mutually exclusive events. In this theorem, it states that if two events, that means event A and B, are mutually exclusive, the probability that any one of them would happen is the sum of the probabilities of the happening of either A or B. രണ്ട് ഇവൻറ്റ്സ് ഉണ്ട്, എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതായത് ഒരു ഇവിടെ ഇവൻറ്റ് എയുടെ ഹാപ്പനിങ് മറ്റതിനെ പ്രിവെൻറ്റ് ചെയ്യും, ബി ആണ് ചെയ്യുന്നതെങ്കിൽ അത് എയെ പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. അതിൻ്റെ പ്രോബബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടിൻ്റെയും കൂടെ പ്രോബബിലിറ്റീസ് എടുക്കുന്നത് അതിൻ്റെ സമ്മാണ് ഇവിടെ പ്രോബബിലിറ്റി ആയിട്ട് എടുക്കുന്നത്. ഇനി ആ ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്ക് സിംബോളിക്കലി ഈ ഒരു തിയറത്തിൻ്റെ അഡിഷൻ തിയറത്തിൻ്റെ ഫസ്റ്റ് കേസിനെ എക്സ്പ്രസ് ചെയ്യാവുന്നത് പി ഓഫ് എ യൂണിയൻ ബി, ആ യു പോലത്തെ സിമ്പിൾ യൂണിയൻ എന്നാണ് പറയുന്നത്. സോ പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അതായത് എ എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയുടെയും ബി എന്ന് പറയുന്ന ഇവൻ്റെ പ്രോബബിലിറ്റിയുടെയും കൂടെ സമ്മാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അഡിഷൻ തിയറത്തിൻ്റെ ഫസ്റ്റ് കേസിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് കാർഡ്സ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ്സ് എ കിങ് ഓർ ആൻ ഏസ്? കാർഡിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് കാർഡ്സിൽ നിന്ന് നമ്മൾ ഒരു കാർഡ് റാൻഡം ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് കിങ് അല്ലെങ്കിൽ എയ്സ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മോട് ചോദിക്കുന്നത്. ഇവിടെ കിങ് ഓർ ആൻ എയ്സ് ആണ് ചോദിക്കുന്നത്. ആ ഓർ ആലോചിക്കുക, അഡിഷൻ തിയറത്തിൻ്റെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇവിടെ കിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ആദ്യം നമ്മൾ ചിന്തിക്കാനുള്ള കാര്യം കാർഡ്സ്, ആ പാക്കറ്റ് ഓഫ് കാർഡ്സിൽ ടോട്ടൽ 52 കാർഡ്സാണ് ഉള്ളത്. സോ നമ്മുടെ ഡിനോമിനേറ്റർ 52 ആണ്. ഇനി പി ഓഫ് എ എന്ന് പറയുന്നത് ഞാനിവിടെ കിങ് ആണ് എടുക്കുന്നത്. അപ്പോൾ കിങ് ആ ഒരു കാർഡ്സിൽ എത്ര കാർഡ്സ് ഉണ്ട്? 4 കാർഡ്സ് ആണ് കിങ് ആയിട്ടുള്ളത്. സോ ദ പ്രോബബിലിറ്റി ഓഫ് കിങ് എന്ന് പറയുന്നത് 4/52 ആണ്. ആ സെയിം വേയിൽ തന്നെ എയ്സും ചിന്തിക്കുക. എയ്സും ടോട്ടൽ കാർഡ്സിൽ 4 ആണുള്ളത്. സോ ദ പ്രോബബിലിറ്റി ഓഫ് ആൻ എയ്സ് എന്ന് പറയുന്നത് 4/52. നമ്മോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ്സ് എ കിങ് ഓർ ആൻ എയ്സ്? രണ്ടിൻ്റെയും കൂടി പ്രോബബിലിറ്റി, ഒന്നുകിൽ കിങ് അല്ലെങ്കിൽ എയ്സ്. സോ നമ്മളിവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് ഓർക്കണം. കാരണം ഒരു കാർഡേ നമ്മൾ എടുക്കുന്നുള്ളൂ. ആ എടുക്കുന്ന കാർഡ് കിങ് ആണെങ്കിൽ എയ്സിൻ്റെ അവിടെ ഉണ്ടാകാനുള്ള ചാൻസ് പ്രിവെൻറ്റ് ചെയ്തു. എടുക്കുന്ന കാർഡ് എയ്സ് ആണെങ്കിൽ കിങ് എന്ന് പറയുന്ന കാർഡ് കിട്ടാനുള്ള ചാൻസും പോയി. അപ്പോൾ അങ്ങനെ വരുന്ന ഇവൻസിനാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതൊരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റെ എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യും എന്ന് നോക്കൂ. പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. നമ്മൾ ഓൾറെഡി കിങ്ങിൻ്റെയും എയ്സിൻ്റെയും പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് രണ്ടും കൂടി ആഡ് ചെയ്യുക, നമുക്ക് 8/52 കിട്ടും. കുറച്ചുകൂടി ചെറുതാക്കി എഴുതുമ്പോൾ 2/13 എന്ന് കിട്ടും. സോ ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ്സ് എ കിങ് ഓർ ആൻ എയ്സ് എന്ന് പറയുന്നത് 2/13. ഇനി അഡിഷൻ തിയറത്തിൻ്റെ സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ വെൻ ദ ഇവൻറ്റ്സ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ആദ്യം നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ നോക്കി, ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്ത ഇവൻറ്റ്സിൻ്റെ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുകളിൽ പറഞ്ഞ ആ ഒരു രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ഇതാ തന്നിരിക്കുന്ന പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നേരത്തെ കണ്ടുപിടിച്ചതിൽ അല്ലെങ്കിൽ നേരത്തെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സം എടുത്തിട്ട് അതിൽ നിന്ന് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഒരു പാർട്ട് ലെസ് ചെയ്യുന്നുണ്ട്. ദെൻ അഡിഷൻ തിയറത്തിൻ്റെ സെക്കൻഡ് കേസിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. A card is drawn from a well-shuffled pack of 52 cards. What is the probability that it's a king or a spade?
ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കിങ് ഓർ ആൻ ഏസ് ആയിരുന്നു, ഇവിടെ കിങ് ഓർ എ സ്പേഡ് ആണ് ചോദിക്കുന്നത്. നമുക്കറിയാം ടോട്ടൽ 52 കാർഡ്സ്, സോ ഡിനോമിനേറ്ററിൽ ഒരു ചേഞ്ചും ഇല്ല, 52 തന്നെയാണ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് എന്ന് പറയുന്നത്, പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 52 ആണ്. അതിൽ 4 ആണ് കിങ് എന്നറിയാം. സോ ദ പ്രോബബിലിറ്റി ഓഫ് കിങ് എന്ന് പറയുന്നത്, അതായത് എ എന്ന് പറയുന്ന ഇവരുടെ നമ്മൾ കിങ് ആയിട്ട് ഇവിടെ എടുക്കുന്നു. സോ അത് 4/52ഉം. സ്പേഡ് കാർഡ്സ് നമുക്കറിയാം ടോട്ടൽ കാർഡ്സിൽ 13 ബ്ലാക്ക് സ്പേഡ് കാർഡ്സ് ആണുള്ളത്. സോ ദ പ്രോബബിലിറ്റി ഓഫ് എ സ്പേഡ് എന്ന് പറയുന്നത് 13/52 ആണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ അപ്പോൾ ഈ ഒരു പി ഓഫ് എയും പി ഓഫ് ബിയും കിട്ടി. ഇതിൻ്റെ സം നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ അങ്ങനെ ഈ രണ്ട് പ്രോബബിലിറ്റീസിനെയും സമ്മാണ് എടുക്കുന്നതെങ്കിൽ സ്പേഡ് കിങ്ങിനെ ട്വൈസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ഒരു ഇൻക്ലൂഷൻ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് ഒരു കാൽക്കുലേഷൻ കൂടെ കണ്ടെത്തുന്നത്. നമുക്ക് 1/52 എന്ന് വരും. സോ നമുക്ക് പി ഓഫ് എ കിട്ടി, ബി കിട്ടി, പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബിയും കിട്ടി. സോ ആ ഒരു ഇക്വേഷനിൽ ഇത് അപ്ലൈ ചെയ്യുക. നമുക്ക് 4/52 പ്ലസ് 13/52 മൈനസ് 1/52 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4/13 കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത് വെൻ ദ ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. അഡിഷൻ തിയറത്തിൽ പറഞ്ഞ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിനകത്തും 2 കേസസ് ഉണ്ട്. ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതുപോലെ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം വെൻ ദ ഇവൻറ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. So this theorem states that if two events A and B are independent and can happen simultaneously, the probability of their joint occurrence can be denoted by P of A intersection B, or P of A and B is equal to P of A into P of B. Multiplication theoremത്തിന്റെ ഫസ്റ്റ് കേസിലെ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. അതായത് 2 ഇവൻറ്റ്സിനും ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഒന്ന് മറ്റൊന്നിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അഫക്റ്റും ചെയ്യുന്നില്ല. സോ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ എന്താ, നമുക്കൊരു ഫസ്റ്റ് കേസിൻ്റെ എക്സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്യാം. എ ബാഗ് കണ്ടെയ്ൻസ് 4 white and 3 black balls. 2 balls are drawn at random, one after another with replacement. What is the probability that first draw will give a black ball and the second draw will give a white ball? ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ബാഗിനകത്ത് 4 വൈറ്റ് ബോൾസും ഉണ്ട്, 3 ബ്ലാക്ക് ബോൾസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുക ടോട്ടൽ 7 ബോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് അപ്പോഴേ തന്നെ കിട്ടി 7. ഇതിൽ നമ്മൾ 2 ബോൾസ് ആണ് എടുക്കുന്നത്. എങ്ങനെയാണ് എടുക്കുന്നത്? വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. ഒന്നെടുത്തു പകരം വേറൊന്ന് വെച്ചതിന് ശേഷം മറ്റൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചിന്തിക്കുക, വിത്ത് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ടോട്ടലിൽ ഒരു ചേഞ്ചും വരുന്നില്ല. ആദ്യമേ 7 ബോൾസ് ആണുള്ളത്, ഒന്ന് നമ്മൾ എടുത്തു, പിന്നെ റിമൈനിങ് 6 ആണെന്ന് വിചാരിക്കരുത്, അതിന് നമ്മൾ റീപ്ലേസ് ചെയ്തു, അപ്പോൾ വീണ്ടും അത് എത്രയാവും? 7 ആവും ടോട്ടൽ. സോ ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഡ്രോയിൽ ഒരു ബ്ലാക്ക് ബോളും സെക്കൻഡ് ഡ്രോയിൽ വൈറ്റ് ബോളും കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. ഇതിൽ എ എന്ന് പറയുന്നത് ബ്ലാക്ക് ബോൾ ഡ്രോ ചെയ്യാനുള്ള ഇവൻറ്റും ബി എന്ന് പറയുന്നത് വൈറ്റ് ബോൾ ഡ്രോ ചെയ്യാനുള്ള ഇവൻറ്റുമാണ്. നമുക്ക് ഡിനോമിനേറ്റർ 7 എന്ന് നേരത്തെ കിട്ടിയായിരുന്നു. ഇതിനകത്ത് ബ്ലാക്ക് ബോൾ 3 ആയതുകൊണ്ട് അതിൻ്റെ പ്രോബബിലിറ്റി 3/7. സോ പി ഓഫ് ബി, അതായത് വൈറ്റ് ബോൾ ഡ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 4/7. പിന്നെ എന്ത് ചെയ്താൽ മതി? അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 12/49. ദെൻ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ സെക്കൻഡ് കേസ് വെൻ ദ ഇവൻറ്റ്സ് ആർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സിൻ്റെ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ സോ റിലേറ്റഡ് that the occurrence of B is affected by the occurrence of A, then A and B are called dependent events. B എന്ന് പറയുന്ന സെക്കൻഡ് വരുന്ന ഇവൻ്റ് ആണ്. ആ ബി എന്ന് പറയുന്ന ഇവൻറ്റിനെ എയുടെ ഒക്കറൻസ് എഫക്റ്റ് ചെയ്തെങ്കിൽ ബി എയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. നമുക്കതിനെ ചേർത്ത് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് എയും ബിയും ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം.
So the probability of event B depending on the occurrence of event A is called conditional probability. B എന്ന് പറയുന്ന ഇവൻറ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എ എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ ഒക്കറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബിയുടെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയാം. അത് നമ്മൾ പി ഓഫ് ബി ബൈ എ എന്നാണ് എഴുതുന്നത്, വായിക്കുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ തിയറത്തിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്നല്ല, പകരം പി ഓഫ് ബി ബൈ എ, അതായത് ദ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു ദ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ദെൻ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ സെക്കൻഡ് കേസിൻ്റെ എക്സാമ്പിൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. A bag contains 4 white balls and 3 black balls. One ball is drawn from the bag which is not replaced. Then a second ball is drawn from the bag. Find the probability that both balls of 2 drawings are white. Question മനസ്സിലായോ? ബാഗിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 വൈറ്റ് ബോൾസും 3 ബ്ലാക്ക് ബോൾസും ആണുള്ളത്. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിലുള്ള ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല? റീപ്ലേസ് ചെയ്യുന്നില്ല. സോ നമ്മൾ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് എന്തിൻ്റെ പ്രോബബിലിറ്റിയാണ്? 2 ബോൾസും ഫസ്റ്റ് ഡ്രോയിലും സെക്കൻഡ് ഡ്രോയിലും വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്. നമുക്കപ്പോൾ 4ഉം 3ഉം പറഞ്ഞപ്പോഴേ മനസ്സിലായി ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 7 ആണ്. സോ പി ഓഫ് എ ഡ്രോയിങ് എ വൈറ്റ് ബോൾ എന്ന് പറയുന്നത് 4/7. സിൻസ് ദർ ആർ 4 വൈറ്റ് ബോൾസ് ഇൻ ദ ബാഗ് ഓഫ് 7 ബോൾസ്. ദെൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ റീപ്ലേസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബി എന്ന് പറയുന്ന ഇവൻറ്റ് എയുടെ ഒക്കറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. സോ ഇഫ് ദ ഫസ്റ്റ് ബോൾ ഡ്രോൺ ഈസ് വൈറ്റ്, ദ പ്രോബബിലിറ്റി ഓഫ് ദ സെക്കൻഡ് ഡ്രോ ടു ഹാവ് എ വൈറ്റ് ബോൾ ബിക്കം പി ഓഫ് ബി ബൈ എ ഈസ് ഈക്വൽ ടു 3/6. എന്തുകൊണ്ടാണ്? സിൻസ് ദർ ആർ ഓൺലി 3 വൈറ്റ് ബോൾസ് ലെഫ്റ്റ് ഇൻ ദ ബാഗ് ഓഫ് ദ 6 ബോൾസ് ആഫ്റ്റർ ദ ഫസ്റ്റ് വൈറ്റ് ബോൾ ഈസ് ഡ്രോൺ. നമ്മൾ മൊത്തം 7 ബോൾസ് ഉള്ള ആ ഒരു ബാഗിൽ നിന്ന് ഫസ്റ്റ് ഒരു വൈറ്റ് ബോൾ എടുത്തു. വൈറ്റ് ബോൾ ഫുള്ള് നമുക്ക് 4 ആണ് ഉണ്ടായിരുന്നത്, ബാക്കി 3 എന്താണ്? ബ്ലാക്ക് ബോളാണ്. അപ്പോൾ ടോട്ടലി നമ്മൾ 1 എടുത്തപ്പോൾ ടോട്ടൽ ബോൾസിൽ നിന്നും ഒരെണ്ണം കുറഞ്ഞു. എടുത്തത് വൈറ്റ് ബോൾ ആയതുകൊണ്ട് വൈറ്റ് ബോളിൻ്റെ ടോട്ടലിൽ നിന്ന് 1 കുറഞ്ഞു. അപ്പോൾ ഡിനോമിനേറ്റർ 7 മാറി 6 ആകും. ന്യൂമറേറ്റർ 4 വൈറ്റ് ബോൾസ് ഉള്ളിടത്ത് ഇപ്പോൾ എത്രയായി മാറും? 3 ആയിട്ട് മാറും. സോ പി ഓഫ് എ എന്ന് പറയുന്നത് 4/7ഉം പി ഓഫ് ബി ബൈ എ എന്ന് പറയുന്നത് 3/6 ആയിരിക്കും. സോ നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ 4/7 ഇൻറ്റു 3/6, ദ ആൻസർ വിൽ ബി 2/7. So the most important theorems under probability, addition theorem and multiplication theorem, and both of them have 2 cases. In addition theorem, the first case deals with the mutually exclusive events and the second case deals with the events which are not mutually exclusive. Then about the multiplication theorem, the first case is deals with independent events and the second case dealt with the dependent events. So hope you got a clear idea about both the theorems.